ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് പട്ടായ ഡേ 2 വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ പട്ടായയിലെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് വാട്ടർ സ്പോർട്സ് ആണ്. അപ്പോൾ അതിന് വേണ്ടി ഈ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ എത്തിയത്. അപ്പോൾ വാട്ടർ സ്പോർട്സ് ചെയ്യേണ്ടവർ എന്താ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നൈലോൺ ക്ലോത്ത്സ് ഇടാൻ ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ സ്ലിപ്പേഴ്സും ഇടാൻ ശ്രദ്ധിക്കുക. സ്ലിപ്പേഴ്സ് ഇൻ കേസ് നിങ്ങൾ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ വാങ്ങാൻ കിട്ടും, നല്ല വില കുറവിന് കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ നല്ല വാട്ടർ സ്പോർട്സ് ചെയ്യുന്നത് ഇവിടെ നിന്ന് നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ നമ്മൾ അത് സ്പീഡ് ബോട്ടിൽ കൊണ്ടാക്കുന്നതായിരിക്കും. ഓൾസോ വാട്ടർ സ്പോർട്സ് ചെയ്യുന്നവർ നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നവരാണെങ്കിൽ കൂടി നല്ലപോലെ എക്സോസ്റ്റഡ് ആകാൻ ചാൻസ് ഉണ്ട്, തലകറക്കം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നല്ലപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇതിനു വേണ്ടി ഒരുങ്ങാം. അപ്പോൾ വാട്ടർ സ്പോർട്സ് അത്ര നമുക്ക് ഹാംഫുള്ളായിട്ടുള്ള ഒരു വാട്ടർ സ്പോർട്സും ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. അത്ര പേടി തോന്നേണ്ട മാത്രം ആയിട്ടുള്ള ഒന്നും ഇല്ല കാര്യമായിട്ട്. മെയിൻലി ഉള്ളത് നമുക്കൊന്ന് പാരച്യൂട്ടിൻ്റെ ഒരു ഇതുണ്ട്, അതുപോലെ തന്നെ അണ്ടർ വാട്ടർ ഉണ്ട്. അണ്ടർ വാട്ടർ എന്ന് പറയുമ്പോൾ സ്ക്യൂബ ഡൈവിങ് ആ ഒരു ലെവലൊന്നുമില്ല, ഒരു ചെറിയ രീതിക്കേ ഉള്ളൂ. പിന്നെ നമ്മൾ കോറൽ ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐലൻഡിലേക്ക് എത്തും. അതും സ്പീഡ് ബോട്ടിൽ തന്നെയാണ് നമ്മൾ പോവുക. അപ്പോൾ ആ ഒരു കോറൽ ഐലൻഡിൽ വെച്ചിട്ടാണ് നമ്മൾ ബനാന ബോട്ട്, അതുപോലെ തന്നെ സ്പീഡ് ബോട്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ എല്ലാം കൂടി ഒരു പാക്കേജ് പോലെയാണ്. നമുക്ക് എല്ലാം എടുക്കണമെന്നില്ല, പക്ഷേ കോംബോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എക്സ്പെൻസ് കുറയ്ക്കും. അതായത് കുറച്ചും കൂടി ലാഭമുള്ളത് കോംബോ ആയിട്ട് എടുക്കുമ്പോഴാണ്. സിമ്പിളായിട്ട് അതായത് സിംഗിളായിട്ട് എടുക്കുകയാണെങ്കിൽ അത്ര ലാഭമില്ല. കോറൽ ഐലൻഡിൽ നമുക്ക് ഇഷ്ടമുള്ള സമയം സ്പെൻഡ് ചെയ്യാം. പക്ഷേ കോറൽ ഐലൻഡിലെത്തി നമ്മൾ കുറച്ച് സ്പോർട്സൊക്കെ ചെയ്ത ശേഷം നമ്മൾ എന്തായാലും നല്ലപോലെ വിശക്കും, നമുക്ക് നല്ല ഉച്ചയൊക്കെ ആവും. അപ്പോൾ വാട്ടർ സ്പോർട്സിന് ശേഷം നമ്മൾ റിസോർട്ടിലേക്ക് തിരിച്ച് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സും എല്ലാം കരുതി വെക്കണം. അതുപോലെ തന്നെ ഈ സ്പോർട്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബിലോങ്ങിങ്സ് ഒക്കെ ഇവർ തന്നെ സൂക്ഷിച്ച് വെക്കും. നമ്മുടെ കയ്യിലൊരു നമ്പറൊക്കെ മാർക്ക് ചെയ്യും, അത് വെള്ളം തേച്ചാൽ പോലും പോകത്തില്ല, അങ്ങനത്തെ ഒരു മാർക്കിംഗ് ആയിരിക്കും. അത് വെച്ചിട്ടാണ് ഇവർ ഓരോ ഗ്രൂപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പം എനിക്കിത്ര ടെൻഷനൊന്നും തോന്നിയിട്ടില്ല ഈ ഒരു സ്പോർട്സ് ചെയ്തപ്പം, കാരണം നല്ല കെയർഫുള്ളായിട്ടാണ്. പിള്ളേർക്കാണെങ്കിലും ഇവരൊരു ഗൈഡ് കൂടെ ചെല്ലുന്നുണ്ട്, അങ്ങനെ ഹാംഫുള്ളായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല. അപ്പോൾ കോറൽ ഐലൻഡിൽ കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഫുഡ് വാങ്ങാനുള്ള എല്ലാ ഓപ്ഷനും ഉണ്ട് കേട്ടോ. നമ്മൾ ഡ്രസ്സ് അവിടെ നിന്ന് മാറണ്ട, അവിടെ മാറാനുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്. പക്ഷേ മാറുന്നത് അത്ര നല്ലൊരു ഓപ്ഷനല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും സ്പീഡ് ബോട്ടിൽ കയറണം. സ്പീഡ് ബോട്ടിൽ കയറണമെങ്കിൽ ആ വെള്ളത്തിലൂടെ തന്നെ നടക്കണം. അപ്പോൾ നല്ലപോലെ ഡ്രസ്സൊക്കെ നനയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്പീഡ് ബോട്ടിൽ കയറിയതിന് ശേഷം നമ്മൾ ആദ്യം എത്തിയ സ്ഥലത്ത് തന്നെ എത്തും. എത്തിയ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് എല്ലാവർക്കും ഇന്ത്യൻസിന് വേണ്ടിയിട്ടൊരു ഫുഡ് അറേഞ്ച് ചെയ്യും. ഒരു ബുഫേ സിസ്റ്റം കേട്ടോ. അതും കുറച്ച് സൗത്ത് ഇന്ത്യൻ ഡിഷൊക്കെ ഉണ്ട്. പക്ഷേ ടേസ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട. പക്ഷേ കുറച്ച് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. ബുഫേ ആയതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഓർഡർ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് പോലത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് ഡ്രസ്സ് മാറാം. അപ്പോൾ ഡ്രസ്സ് മാറുമെന്ന് വെച്ചാൽ ഭയങ്കര വലിയ സംഭവമൊന്നുമില്ല, അത് ഭയങ്കര വലിയ സൗകര്യമൊന്നുമില്ല. പക്ഷേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഡ്രസ്സൊക്കെ മാറി ഫുഡൊക്കെ കഴിക്കാം. അതിനുശേഷം നമ്മളൊരു മ്യൂസിയം കാണാൻ പോകുന്നുണ്ട്. സാങ്ച്വറി ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഫേമസ് ആയിട്ടുള്ള മ്യൂസിയമാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പുറപ്പെട്ടത് സാങ്ച്വറി ഓഫ് ട്രൂത്ത് ആണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യണം, ഒരിക്കലും മിസ്സാക്കരുത്. ഇതൊരു മ്യൂസിയമാണ്. അപ്പോൾ ഈ ഒരു മ്യൂസിയത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മരം കൊണ്ട് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് ഇതുവരെയും പണി കഴിയാത്തൊരു മ്യൂസിയമാണ്. അപ്പം ഈ ഒരു മ്യൂസിയം പണിതത് ഒരു തായ്ലൻഡിലെ ഫേമസ് ആയിട്ടുള്ളൊരു ബിസിനസ്മാനാണ്. അപ്പോൾ അവരുടെ ഫാമിലി ഫോട്ടോയും എല്ലാം ആ ഒരു മ്യൂസിയത്തിലുണ്ട്. ഇപ്പോഴും ആ ഒരു മ്യൂസിയത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മ്യൂസിയത്തിലേക്ക് പോകുന്ന വഴിയാണെങ്കിൽ നല്ല സൂപ്പറാട്ടോ. ഓൾസോ ആ മ്യൂസിയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് കാണാൻ. നമുക്ക് മ്യൂസിയം അടുത്തുനിന്ന് കാണുന്നതിനെക്കാട്ടും കൂടുതൽ ഭംഗിയായിട്ട് തോന്നുക അത് അകലേന്ന് കാണുമ്പോഴാണ്. അപ്പോൾ സാങ്ച്വറി ഓഫ് ട്രൂത്ത് കാണണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഇവിടെയല്ല, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഞാൻ ആദ്യം കാണിച്ച സ്ഥലത്താണ്. കുറച്ച് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അതായത് ഇവർ നമ്മളെ പെട്ടെന്ന് ടിക്കറ്റ് കാണിച്ച് അങ്ങനെ കയറ്റത്തില്ല, ഒരു ക്യൂ ഉണ്ട്. അതായത് ഇന്ത്യൻസിനെ എല്ലാം ഒരുമിച്ച് മാത്രമേ കാണിക്കുകയുള്ളൂ. കാരണം നമുക്ക് ഇന്ത്യൻസിന് വേണ്ടിയിട്ടൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഗൈഡിനെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓൾസോ ചൈനക്കാർക്കും അങ്ങനെ പല ഭാഷയുള്ളവർക്ക് വേണ്ടി അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഗൈഡൊക്കെ ഉണ്ട്. ഈ ഒരു സാങ്ച്വറി ഓഫ് ട്രൂത്തിൽ നമ്മൾ എക്സോസ്റ്റഡ് ആവുകയാണെങ്കിൽ, തേഴ്സ്റ്റി ആവുകയാണെങ്കിലൊക്കെ നമുക്ക് കുടിക്കാനും കഫേസും ഇവിടെ അവൈലബിൾ ആണ്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഓൾസോ ഇതിൻ്റെ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആട്ടോ. കാരണം ഇതിൻ്റെ ബാക്കിൽ എന്താ പറയുക, ഒരു കടലാണ് വരുന്നത്. അപ്പം നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. സാങ്ച്വറി ഓഫ് ട്രൂത്ത് കാണേണ്ട ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി ആട്ടോ. രാത്രി ഓപ്പൺ അല്ല, ഏകദേശം ഇരുട്ട് മൂടിയിരിക്കുന്ന സമയത്താണ്. ആ സമയത്ത് ഇവിടുത്തെ ഈ ഒരു മ്യൂസിയത്തിൻ്റെ ലൈറ്റ്സ് ഫുൾ ഓണായിരിക്കും, നല്ല അടിപൊളിയായിരിക്കും കാണാൻ. അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ ആ ഒരു സമയത്ത് പോയി കാണാൻ നോക്കുക. ഞങ്ങൾക്ക് അലോട്ടഡ് ആയിട്ടുള്ള ടൈം ഇതായിരുന്നു, അതുകൊണ്ട് ഈ ഒരു സമയത്ത് മാത്രമേ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ.
ഈ ഒരു മ്യൂസിയം പണിത ബിസിനസ്മാൻ്റെ മൈൻഡിൽ എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധ ടീച്ചിങ്സും അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൻ്റെ ട്രൂത്ത് എന്താണ്, നമ്മുടെ ലൈഫിൻ്റെ ഫിലോസഫി എന്താണ്, അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഇതിനകത്ത് ഓരോ സ്റ്റാച്യൂസും അതിൻ്റെ മീനിങ്സ് ഒക്കെ വരുന്നത്. അപ്പം തായ്ലൻഡിൻ്റെ എന്താ പറയുക വുഡൻ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബിൽഡിങ് ഫുൾ വുഡനിൽ തീർത്തത്. തായ്ലൻഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് വുഡൻ സ്കൾപ്ചറും ഇതാണ്. ഓക്കെ, അങ്ങനെ ഒരു 30 മിനിറ്റ്സ് വെയിറ്റിന് ശേഷം ഞങ്ങൾ ഇറങ്ങുവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഇറങ്ങാനുണ്ട്. അത് കുറച്ച് കുത്തനെയുള്ള സ്റ്റെപ്പാണ്, പക്ഷേ അതിൻ്റെ രണ്ട് സൈഡിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അരുവികൾ ഒഴുകുന്നുണ്ട്. അപ്പം ഒരു എന്താ പറയുക, ഈ ഒരു മ്യൂസിയം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താട്ടോ പ്ലേസ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതിൻ്റെ സൈഡിൽ ഞാൻ വെയിറ്റ് ചെയ്ത സമയത്ത് ചെറിയ സൂ പോലെ എന്താ പറയുക ചെറിയൊരു ഫാം പോലത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ലൈക്ക് നല്ലൊരു മനസ്സിന് പീസ്ഫുൾ ആയിട്ടുള്ള പീസ് തോന്നിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു മ്യൂസിയം സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഗൈഡ് ഇങ്ങനെ ഓരോ കഥയും പറഞ്ഞ് പോകുന്നുണ്ട്. ചിലർ ഗൈഡിനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്, അല്ലാതെ നമുക്ക് ഗൈഡിനെ ഫോളോ ചെയ്യാതെ നടക്കാം. ഇവിടെ നമുക്കിവിടെ എപ്പോഴും പണി നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ സിവിൽ കൺസ്ട്രക്ഷൻ സൈഡിലൊക്കെ ഇടുന്ന പോലെ ഒരു തൊപ്പി തരുന്നുണ്ട്. അത് മസ്റ്റായിട്ട് ഇടണമെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. Japan has already designed the rock piece in the Century of Museum as a blueprint. So that's why when we go to the museum on the way, we can also see the carving area, how we make it to our traditional carving process in the carving area. Okay? So everyone, don't forget to take photo now. Okay, so right here this way. Привет, Петра. А было молодцем сегодня нас. А вот эти волны — это современные технологии, прогресс, глобализация.
ഇന്നത്തെ ഈ ഒരു ദിവസം സാഞ്ചുറി ഓഫ് ട്രൂത്തിൽ അവസാനിക്കുകയാണ്. അപ്പം ഞങ്ങൾ നേരെ ഇത് കഴിഞ്ഞിട്ട് ഹോട്ടലിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ നിന്ന് ഫ്രഷൻ ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ തായ് മസാജ്, തായ്ലൻഡിൽ വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് തായ് മസാജ്. അതിവിടെ കുറേ സ്ഥലത്തൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങളുടെ പോയതിന് ഹോട്ടലിൽ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ തായ് മസാജൊക്കെ ചെയ്തതിന് ശേഷം കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ടാക്സി പിടിച്ചിട്ടാണ് വന്നത്. അപ്പം ഈ പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു വൈബാണ്. ഇവിടെ കുറേ പബ്സ് ഉണ്ട്. അപ്പോൾ ഈ പബ്ബിലൊക്കെ പറയുകയാണെങ്കിൽ മലയാളികളെയും ഹിന്ദിക്കാരെയും ഞാൻ കണ്ടില്ല. പക്ഷേ എന്താ പറയുക, ഇംഗ്ലീഷുകാരൊക്കെ വന്ന് നല്ല രസമാട്ടോ കണ്ടുകൊണ്ടിരിക്കുക. നല്ല ലൈറ്റിംഗ് ഒക്കെ ആയി, നല്ല സോങ്സും, നല്ലൊരു അടിപൊളി വൈബാണ്. ഓൾസോ ഈ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മലയാളിയുടെ ഹോട്ടലും കൂടെ ഉണ്ട്. വലിയ സെറ്റപ്പ് ഒന്നുമല്ല, ഒരു ചെറിയ ഹോട്ടലാണ്. പക്ഷെ അവിടെ നല്ല അടിപൊളി കേരള ഫുഡ് കിട്ടും. അപ്പോൾ നിങ്ങൾ കേരള ഫുഡ് അന്വേഷിച്ച് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ അധികം സമയമൊന്നും സ്പെൻഡ് ചെയ്തില്ല. ബിക്കോസ് എനിക്ക് നെക്സ്റ്റ് ഡേ ഒരു പ്രത്യേക സ്ഥലത്ത് പോകേണ്ട, അതായത് ഇതുവരെ ആരും തായ്ലൻഡ് വന്നിട്ട് ഇന്ത്യൻസ് ആരും പോകാത്തൊരു സ്ഥലത്താണ് ഞങ്ങൾ നെക്സ്റ്റ് ഡേ പോകാൻ വേണ്ടി ഇരുന്നത്. അത് പ്ലാൻ ചെയ്ത്, അപ്പോൾ അതിന് കുറച്ച് നേരത്തെ ഇറങ്ങണം. കാരണം പട്ടായയിൽ നിന്നൊരു 4 മണിക്കൂർ ട്രാവൽ ഉണ്ടാകും അങ്ങോട്ടേക്ക്. അപ്പം അതിൻ്റെ വിശേഷമായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.